ഇനി നമുക്ക് ഒരു പെർഫോമൻസ് കാണാനുള്ള ഒരു ടൈമാണ്. ഒരുപാട് ദൂരേന്ന്, അധികം അങ്ങനെ ഒരു ടൗൺ ഏരിയ അങ്ങനെയൊന്നുമല്ല, ഒരു ഉൾനാട്ടിലൊരു വില്ലേജിൽ നിന്ന് കലയെ സ്നേഹിക്കുന്ന ഒരാള് വന്നിരിക്കുകയാണ് ഈ വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട്. ചെറിയ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നുകൊണ്ട് ആ ഒരു കലയെ, ആ ഒരു പാട്ടെന്ന് പറയുന്ന ഒരു കലയെ സ്നേഹിക്കുന്ന, അതിൽ ജീവിക്കുന്ന ഒരു കലാകാരിയാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു വേദിയിലെത്താൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീലത. നാടൻ പാട്ടുകളുടെ രാജകുമാരൻ, നമ്മുടെ സ്വന്തം കലാഭവൻ മണി എന്ന ചാലക്കുടിക്കാരൻ ഓട്ടോക്കാരനെ ഓർമ്മിപ്പിക്കും വിധം ഇതാ അങ്ങ് കോഴിക്കോട് നിന്നും ഒരു ഓട്ടോക്കാരി പാട്ടുകാരി. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എൻ്റെ പേര് ശ്രീലത. ഞാൻ കോഴിക്കോട് ജില്ലയില് ഏങ്ങാപ്പുഴ കുപ്പായക്കോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും കാതിലാണേ. ശ്രീലതയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും പ്രോത്സാഹനത്തിന്റെയും കഥകൾ. ഈങ്ങാപ്പുഴ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരായ 5 സ്ത്രീരത്നങ്ങളിൽ ഒരുവളാണ് ശ്രീലത. ഈങ്ങാപ്പുഴക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ശ്രീലതയുടെ ഓട്ടോയിൽ കയറിയാൽ രണ്ടുണ്ട് ഗുണമെന്ന്: സുഗമമായ യാത്രയും ഒപ്പം യാത്രക്കിടയിലെ മനോഹര ഗാനങ്ങളും. അനുഭൂതി പോക്കും നിൻ മിഴികളിൽ നോക്കി ഞാൻ വെറുതെ ഇരുന്നേറെ നേരം. ശ്രീലതയുടെ ഈ സംഗീത പ്രേമം മനസ്സിലാക്കിയ കൈതപ്രം മാഷ് ഒരിക്കൽ തന്റെ പ്രിയ ശിഷ്യഗണത്തിൽ ശ്രീലതയെ ചേർത്തു. വളരെ കുറച്ചുനാൾ മാത്രം പഠനം നടത്താൻ കഴിഞ്ഞുള്ളൂവെങ്കിലും അത് ശ്രീലതയുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ ആദ്യ ചുവടുവെപ്പുകളായിരുന്നു. ഭർത്താവും ഒരു മകളും ഉൾപ്പെടുന്ന കൊച്ചു കുടുംബമാണ് ശ്രീലതയുടെ മറ്റൊരു സന്തോഷം. കുടുംബ പ്രാരാബ്ധങ്ങൾക്കിടയിലും നിമിഷങ്ങളുടെ ആയുസ് മാത്രമുള്ള ഓട്ടോ യാത്രയിൽ തന്റെ യാത്രക്കാർ എന്നും ഓർക്കുന്ന ഒരുപിടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഓട്ടോറിക്ഷ സാരഥിക്ക് റെഡ് കാർപ്പറ്റിന്റെ സുവർണവേദിയിലേക്ക് സ്വാഗതം. മഞ്ഞപ്പട്ടാമ്പരും ചാർത്തേ